കറക്റ്റായിട്ട് എഴുതിയാൽ മതി കേട്ടോ. ആദ്യം നിങ്ങൾ ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാവും, ഞാൻ അതിൻ്റെ ഇടയിൽ പറഞ്ഞത് കേട്ടോ. ഫസ്റ്റ് എന്താണ്, 2003 91 ഭേദഗതി പ്രകാരമാണ് 15% മന്ത്രിമാർ എന്ന് പറഞ്ഞത്. 15% കേട്ടോ. 140ന്റെ 15%. 140ന്റെ 15% കേട്ടോ മന്ത്രിമാർ എന്ന് പറഞ്ഞത്. 2003 91 ഭേദഗതി പ്രകാരമാണ് 15% മന്ത്രി. ലോക്സഭ നിയമസഭേന്റെ കേട്ടോ. 2003 91 ഭേദഗതി പ്രകാരമാണ് ലോക്സഭയിലും നിയമസഭയിലും എത്ര 15% മന്ത്രിമാർ എന്ന് പറഞ്ഞിട്ടാ. ലോക്സഭയിലും നിയമസഭയിലും 15%. 140ന്റെ 15% 21 കേട്ടോ. കേരളത്തിൽ 21 മന്ത്രിമാർ അങ്ങനെയാണ് കേട്ടോ. ഓക്കെ, മനസ്സിലായില്ല? കറക്റ്റ് ആയിട്ട് നോട്ട് എഴുതണം. 2003 91 ഭേദഗതി പ്രകാരം ലോക്സഭ നിയമസഭ അതില് എത്രയാണ് മന്ത്രിമാർ എന്ന് പറഞ്ഞാൽ 15%. 140 MLA കേരളത്തിലുള്ളത്. അതിന്റെ 15% എത്രയാണ്? 21 മന്ത്രിമാർ. ഓക്കെ അല്ലേ? 141 ഉണ്ടായിരുന്നു. ഏതായിരുന്നു? ഒന്ന് ആംഗ്ലോ ഇന്ത്യൻ എന്നുള്ളത്, അത് എടുത്തൊഴിവാക്കിയില്ലേ നമ്മൾ. ആംഗ്ലോ ഇന്ത്യൻ, അവസാനത്തെ ആംഗ്ലോ ഇന്ത്യ ജോൺ ഫെർണാണ്ടസ് ആയിരുന്നു കേരളത്തിലെ, അത് എടുത്തൊഴിവാക്കി കേട്ടോ. ഓക്കെ, പിന്നെന്താ പറഞ്ഞത്? 140ന്റെ 10% SC. 140ന്റെ 10% എടുത്തൊഴിവാക്കിയത്. ആംഗ്ലോ ഇന്ത്യ എന്നുള്ളത് എടുത്തൊഴിവാക്കി. ആംഗ്ലോ ഇന്ത്യ എന്നുള്ള ഒരു പദവി ഉണ്ടായിരുന്നു, അത് എടുത്തൊഴിവാക്കി. എന്താ എടുത്തൊഴിവാക്കാൻ കാരണം? ആംഗ്ലോ ഇന്ത്യ എന്നുള്ള സാധനം ഇപ്പൊ ഇന്ത്യയിൽ ഇല്ല. പണ്ട് പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഫ്രഞ്ചുകാരൊക്കെ അവിടെ വന്നിട്ട് ഇന്ത്യക്കാരെ കല്യാണം കഴിക്കുകയും അതിലൂടെ കുട്ടികൾ, അങ്ങനെയാണ് ആംഗ്ലോ ഇന്ത്യ എന്ന് പറഞ്ഞത്. ഇന്തോ പോർച്ചുഗീസ്, ഇന്തോ ഡച്ച്. ഇപ്പൊ അങ്ങനെ ഇല്ലല്ലോ, ഇപ്പൊ എല്ലാവരും ഇന്ത്യക്കാരല്ലേ. അതുകൊണ്ട് ആംഗ്ലോ ഇന്ത്യ എന്നുള്ള പദവി എടുത്തൊഴിവാക്കി. ഓക്കെ, 140ന്റെ 10% SC ആണ്. 140ന്റെ 10% എത്രയാണ്? 14 സീറ്റ് കേട്ടോ. 10% 14 SC സീറ്റാണ്. 14 SC സീറ്റ്. 140ന്റെ 10% SC ആണ്. എത്ര സീറ്റാണ്? 14 സീറ്റ്. ഞാൻ രാവിലെ പറഞ്ഞതാണ്, കറക്റ്റ് ആയിട്ട് നോട്ട് ഒന്ന് എഴുതണം കേട്ടോ. 140 നിയമസഭാ മണ്ഡലത്തില് 10% SC സീറ്റുകളാണ്. 140ന്റെ 10% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 14 സീറ്റ്. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? പിന്നെന്താ? 2 സീറ്റ് ഏതാണ്? 140ൽ 2 സീറ്റ് ഏതാണ്? ST സീറ്റാണ്. ST ഷെഡ്യൂൾഡ് ട്രൈബ്. 140ന്റെ 2 സീറ്റ് ഷെഡ്യൂൾഡ് ട്രൈബ്. ഏതൊക്കെയാണ് ഷെഡ്യൂൾഡ് ട്രൈബ് സീറ്റുകള് 140ല്? ഏതൊക്കെയാ? സുൽത്താൻ ബത്തേരി, മാനന്തവാടി. 140ന്റെ 2 സീറ്റുകള് ഷെഡ്യൂൾഡ് ട്രൈബ് ആണ്. ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന് പറഞ്ഞാൽ 2 സീറ്റുകൾ വയനാട് ജില്ലയിൽ. ഏതൊക്കെയാണ്? സുൽത്താൻ ബത്തേരി, മാനന്തവാടി. ഓക്കെ, അടുത്ത കുറച്ച് മന്ത്രിമാരും ഇതാണ്. പ്രായം കൂടിയ മന്ത്രി കേരളത്തിലെ ഏറ്റവും, ഈ നിയമസഭയിൽ പ്രായം കൂടിയ മന്ത്രി ആരാണ്? കടന്നപ്പള്ളി രാമചന്ദ്രൻ. കടന്നപ്പള്ളി രാമചന്ദ്രനാണ് പ്രായം കൂടിയ മന്ത്രി. മനസ്സിലായില്ലേ? കണ്ണൂരിൽ നിന്നുള്ള കടന്നപ്പള്ളി രാമചന്ദ്രനാണ് പ്രായം കൂടിയ മന്ത്രി. കടന്നപ്പള്ളി രാമചന്ദ്രൻ. പ്രായം കുറഞ്ഞതോ? മുഹമ്മദ് റിയാസ് ആണ് പ്രായം കുറഞ്ഞത് കേട്ടോ. മുഹമ്മദ് റിയാസ് ആണ് പ്രായം കുറഞ്ഞ മന്ത്രി. സഭയിലെ ഏറ്റവും പ്രായം കൂടിയ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. സഭയിൽ പ്രായം കുറഞ്ഞ മന്ത്രി ആരാ? മുഹമ്മദ് റിയാസ് കേട്ടോ. അതിന് പ്രായം കൂടിയ MLA ആരാണ്? PJ ജോസഫ്. പ്രായം കൂടിയ MLA എന്ന് പറഞ്ഞാല് PJ ജോസഫ്. പ്രായം കൂടിയ MLA PJ ജോസഫ്. പ്രായം കുറഞ്ഞ MLA ആരാണ്? സച്ചിൻ ദേവ് ആണ്. സച്ചിൻ ദേവ് എത്ര വയസ്സാണ്? 26 വയസ്സിൽ കയറിയത്. അപ്പൊ എത്രയെന്ന് അറിയില്ല. ഏറ്റവും പ്രായം കുറഞ്ഞ MLA ആണ് സച്ചിൻ ദേവ്. ബാലുശ്ശേരി എന്നുള്ള ആരെ ഹസ്ബൻഡാണ്? തിരുവനന്തപുരം മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രന്റെ ഹസ്ബൻഡാണ് ആര്? സച്ചിൻ ദേവ് കേട്ടോ. പ്രായം കൂടിയ MLA PJ ജോസഫ്. പ്രായം കുറഞ്ഞത് സച്ചിൻ ദേവ്. ഏതാണ് മണ്ഡലം സച്ചിൻ ദേവിന്റെ? ബാലുശ്ശേരി, കോഴിക്കോട്. അതിന് PJ ജോസഫിന്റെ മണ്ഡലം ഏതാണ്? തൊടുപുഴ. ഓക്കെ,
കിട്ടണില്ല, പറഞ്ഞില്ലേ? പ്രായം കൂടിയ MLA എന്ന് പറഞ്ഞാല് PJ ജോസഫാണ്. മണ്ഡലം തൊടുപുഴയാണ്. ഓപ്പോസിറ്റ് പ്രായം കുറഞ്ഞ MLA എന്ന് പറഞ്ഞാല് സച്ചിൻ ദേവ് ബാലുശ്ശേരി. ഓക്കെ അല്ലേ? അടുത്തത് ഏറ്റവും ഭൂരിപക്ഷം കൂടിയ MLA ഈ നിയമസഭയിൽ ഏറ്റവും ഭൂരിപക്ഷം കൂടിയത് ആരാണ്? ഭൂരിപക്ഷം കൂടിയ MLA ആരാണ്? ശൈലജ ടീച്ചറാണ് ഭൂരിപക്ഷം കൂടി. ഏതാ മണ്ഡലം? ഏതോ കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ കേട്ടോ. 60,963 ഭൂരിപക്ഷം. എത്രയാണ്? 60,963. പണ്ട് ആലത്തൂരിൽ M ചന്ദ്രനായിക്കായിരുന്നു. അതിനൊക്കെ വെട്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയ ആളാണ് ആര്? ശൈലജ ടീച്ചർ. 60,963 ഫാൻസി നമ്പറാണ്. ഇവിടെ നിന്ന് എണ്ണിക്കഴിഞ്ഞാൽ 3, 6, 9 വായിച്ചൂടെ? നമ്പറുകളൊക്കെ നിങ്ങൾ കട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. നമ്പറുകളൊക്കെ നമ്മൾ ഒരു വേൾഡ് വാറൊക്കെ പഠിക്കണ പഠിച്ചു പോകണം. ആ ഭൂരിപക്ഷം കൂടുതൽ ആർക്കാണ്? ശൈലജ ടീച്ചർ. എത്രയാണ് ഭൂരിപക്ഷം? 60,963. മണ്ഡലം ഏതാണ്? മട്ടന്നൂർ. നിങ്ങൾ മണ്ഡലം പഠിച്ചാൽ മതി കേട്ടോ. ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം ആർക്കാണ്? നജീബ് കാന്തപുരം. ഏതാ മണ്ഡലം? നമ്മളെ ജില്ലയിലുള്ള പെരിന്തൽമണ്ണ. ഏതാണ്? പെരിന്തൽമണ്ണ. എത്രയാണ് വോട്ട്? 38 വോട്ട് അല്ലേ? അപ്പൊ നല്ല പ്രവർത്തനമൊക്കെ ചെയ്യണതിനെ കൊണ്ട് ചിലപ്പോൾ അടുത്ത ഭൂരിപക്ഷം കൂടാൻ സാധ്യതയുണ്ട്. നജീബ് കാന്തപുരം അല്ല, IAS അക്കാദമി ഒക്കെ തുടങ്ങിയ ആളാണ് ആര്? നജീബ് കാന്തപുരം കേട്ടോ. അപ്പൊ ഭൂരിപക്ഷം കൂടുതൽ ആർക്കാണ് സഭയില്? ശൈലജ ടീച്ചർ. മണ്ഡലം മട്ടന്നൂരാണ്. ഭൂരിപക്ഷം കുറവ് എവിടെയാണ്? നജീബ് കാന്തപുരം, പെരിന്തൽമണ്ണ അല്ലെ? അടുത്തത് ഈ നിയമസഭയിൽ 15ാം നിയമസഭയിൽ എത്ര വനിതാ MLA മാരുണ്ട്? വനിതാ MLA മാര് 12 MLA മാരാണ് വനിതാ MLA മാര്. LDF-ന് 10, UDF-ന് 2. ഓക്കെ. അപ്പൊ വനിതാ MLA മാര് 12. വനിതാ MLA മാര് 12. ഓക്കെ. വനിതാ മന്ത്രിമാരോ? 3 ആൾക്കാർ. വനിതാ മന്ത്രിമാർ എത്രയാണ്? 3 ആളുകൾ. ഓക്കെ അല്ലേ? എത്ര ഷെഡ്യൂൾഡ് ട്രൈബ് മണ്ഡലങ്ങളുണ്ട് കേരളത്തില്? ആരാ പറഞ്ഞേ? അവിടെ ആരാ പറഞ്ഞപ്പോ? ഷെഡ്യൂൾഡ് ട്രൈബ് മണ്ഡലം എത്ര ഉണ്ട്? 2. അതൊക്കെയാ? സുൽത്താൻ ബത്തേരി അല്ലേ? അങ്ങനെ SC സീറ്റുകൾ എത്ര പറഞ്ഞത്? 14 അല്ലേ? 140ന്റെ 10%. ഓക്കെ. പ്രായം കൂടിയ മന്ത്രി ആരാ പറഞ്ഞത്? പ്രായം കൂടിയ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്ര അല്ലെ? പ്രായം കുറഞ്ഞ മന്ത്രിയോ? പ്രായം കുറഞ്ഞത് അവിടെ തന്നെ. പ്രായം കുറഞ്ഞ മന്ത്രി ആരാണ്? ബുക്ക് നോക്കാതെ ആരാ പ്രായം കുറഞ്ഞ മന്ത്രി? ആ, ആരാ പ്രായം കുറഞ്ഞ മന്ത്രി തന്നെ? മുഹമ്മദ് ആരാ പ്രായം കുറഞ്ഞ മന്ത്രി? ആരാണ്? ജോസഫാണോ? ആരാണ് പ്രായം കുറഞ്ഞ മന്ത്രി? റിയാസ്. അതന്നെ, മുഹമ്മദ് റിയാസ് ടാ. വനിതാ MLA മാർ എത്ര തന്നെ? വനിതാ MLA മാർ 12 അല്ലേ? ആ വനിതാ മന്ത്രിമാർ എത്ര പറഞ്ഞേ? അടുത്താള് വനിതാ മന്ത്രിമാര്. ഓക്കെ. ഈ നോട്ട് ഒന്ന് എഴുതട്ടാ. ഫോട്ടോ എടുക്കാനുള്ള ഒരു ഫോട്ടോ എടുക്കട്ടാ. പറയാനുള്ള കേട്ടോ. ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ സ്പീക്കർ ആരായിരുന്നു? സ്പീക്കറെ ഷംസീർ. ഏതാ മണ്ഡലം? കണ്ണൂർ ഏതാ മണ്ഡലം? ഞാൻ നേരത്തെ പറഞ്ഞില്ലല്ലോ. തലശ്ശേരിയില. തലശ്ശേരി എന്നൊക്കെ വെച്ചാൽ ക്രിക്കറ്റിന്റെ നഗരമാണ്. പിന്നെ കേക്ക് സർക്കസിന്റെ ഒക്കെ നഗരമാണ് തലശ്ശേരി കേട്ടോ. അപ്പൊ സ്പീക്കർ, ഇപ്പോഴത്തെ സ്പീക്കർ ആരാണ്? M ഷംസീർ. എത്രാമത്തെയാണ്? 23ാമത്തെ. രാവിലെ ക്വസ്റ്റ്യൻ തന്നില്ലേ? തലശ്ശേരി എന്നുള്ള ആളാണ്
ആരെ? ഷംസീർ. അനുവെച്ച ഡെപ്യൂട്ടി സ്പീക്കർ ആരപ്പോ? ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ അല്ലെ. ചിറ്റയം ഗോപകുമാർ എവിടെ നിന്നുള്ള? അടൂർ അല്ലെ. അടൂർ എന്നാണ് ചിറ്റയം ഗോപകുമാർ അല്ലെ. അനുവെച്ച പ്രോട്ടം സ്പീക്കർ ആരപ്പോഴത്തെ? പ്രോട്ടം സ്പീക്കർ PTA റഹീം. ആരാണ്? PTA റഹീം. പ്രോട്ടം സ്പീക്കർ എന്ന് പറഞ്ഞാൽ ആരാന്ന് നിങ്ങൾക്ക്? പ്രോട്ടം സ്പീക്കർ ആണെന്ന് വെച്ചാല് കേരളത്തിന്റെ ആദ്യത്തെ പ്രോട്ടം സ്പീക്കർ ആരാ? റോസമ്മ പുന്നൂസ് ആണ്. ഇപ്പൊ 15ാം നിയമസഭയുടെ പ്രോട്ടം സ്പീക്കർ ആണെന്ന് വെച്ചാരാ? PTA റഹീം അല്ലെ. കുന്നമംഗലത്തിനുള്ള റോസമ്മ പുന്നൂസ്, ആദ്യത്തെ റോസമ്മ പുന്നൂസ്. ഇപ്പോഴത്തെ 15ാം നിയമസഭയുടെ പ്രോട്ടം സ്പീക്കർ എന്ന് പറഞ്ഞാൽ ആരാണ്? PTA റഹീം അല്ലെ. ലീഗിൽ നിന്ന് പോയിട്ട് ഒരു വിമതനായിട്ട് ജയിച്ച ആളാണ് ആര്? PTA റഹീം കേട്ടോ. ഓക്കെ. പ്രോട്ടം സ്പീക്കർ എന്ന് വെച്ചാല് സഭയിലെ ഏറ്റവും കുറച്ച് പ്രായം കൂടിയ അംഗമാണ്. ആദ്യം ഒരു ചീഫ് മിനിസ്റ്ററും ഇവരൊക്കെ മന്ത്രിമാരൊക്കെ വരുന്നതിന് മുന്നേ ആരെ തെരഞ്ഞെടുക്കുന്നത്? പ്രോട്ടം സ്പീക്കറിനാണ്. ഈ പ്രോട്ടം സ്പീക്കറാണ് ഓരോ മന്ത്രിമാരെയൊക്കെ നമ്മൾ തെരഞ്ഞെടുക്കുന്നത്. അതാണ് പ്രോട്ടം സ്പീക്കറിന്റെ പദവി. മനസ്സിലായില്ലേ? പ്രോട്ടം സ്പീക്കർ എന്ന് പറഞ്ഞാൽ ആരാണ്? സഭയിലെ ഏറ്റവും മുതിർന്ന ആളായിരിക്കും. അദ്ദേഹത്തിന് ആദ്യം തന്നെ പ്രോട്ടം സ്പീക്കറായിട്ട് നിയമിക്കുക. പിന്നെ ഓരോ മന്ത്രിമാരൊക്കെ അവരെ നിയമിക്കുക. സ്പീക്കറിനെ, ഡെപ്യൂട്ടി സ്പീക്കറിനൊക്കെ. അതാണ് പ്രോട്ടം സ്പീക്കറിന്റെ പദവി. പ്രോട്ടം സ്പീക്കറിന്റെ പദവി എന്ന് പറഞ്ഞാല് സഭയിലെ ഏറ്റവും മുതിർന്ന ആളാണ് കേട്ടോ പ്രോട്ടം സ്പീക്കർ. അത് ഭരണപക്ഷത്തുള്ള ആളായിരിക്കും അധികവും. ശരിക്കും PJ ജോസഫ് ഒക്കെയാണ് വരണ്ടേ. ഭരണപക്ഷത്തുള്ള ആളായിരിക്കും. ആര്? PTA റഹീമാണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ പ്രോട്ടം സ്പീക്കർ. പ്രോട്ടം സ്പീക്കർ ആ ഒരു ചുമതല മാത്രമേ ഉള്ളൂ. നമ്മളെ മന്ത്രിമാരെ തെരഞ്ഞെടുക്കാനും സ്പീക്കറിനെ തെരഞ്ഞെടുക്കാനും ഡെപ്യൂട്ടി സ്പീക്കറിനെ തെരഞ്ഞെടുക്കാനാണ് പ്രോട്ടം സ്പീക്കർ. പിന്നെ അത് ആ ഒരു പോസ്റ്റായിട്ട് അവിടെ നിൽക്കുള്ളൂ കേട്ടോ പ്രോട്ടം സ്പീക്കർ. നമ്മൾ പ്രധാനപ്പെട്ട ആളുകളെ ചുമതലപ്പെടുക്കാൻ ഫസ്റ്റ് നിയന്ത്രിക്കുന്ന ആളാട്ടോ. ഓക്കെ. അടുത്തത് PAC, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ചെയർമാൻ PAC, പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ചെയർമാൻ സണ്ണി ജോസഫ് കേട്ടോ. പേരാവൂർ എന്നുള്ള സണ്ണി ജോസഫ് ആണ് ഏത്? PAC, പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ചെയർമാൻ സണ്ണി ജോസഫ്. അത് എപ്പോഴും പ്രതിപക്ഷത്തുള്ള ഒരാളായിരിക്കും. PAC എന്താണ്? പൊതുമുതല് അടിച്ചു മാറ്റണ്ടോ, കളവ് നടത്തണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷത്തു നിന്നുള്ള ഒരാളായിരിക്കും ആ ഒരു PAC ആയിട്ട് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ ആയിട്ട് വെക്കട്ടോ. സണ്ണി ജോസഫ് ആണ്. മണ്ഡലം പേരാവൂർ കേട്ടോ. പേരാവൂർ. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ ആരാണ്? സണ്ണി ജോസഫ്. ഏതാ മണ്ഡലം? പേരാവൂർ. അടുത്ത ആരാ? നിയമസഭാ സെക്രട്ടറി. ഒരു നിയമസഭയ്ക്ക് ഒരു സെക്രട്ടറി ഉണ്ടാവും. ആരാണ്? AM ബഷീർ. ആരാണ്? നിയമസഭാ സെക്രട്ടറി AM ബഷീർ ആണ് നിയമസഭാ സെക്രട്ടറി കേട്ടോ. നിയമസഭേന്റെ ഒരു സെക്രട്ടറി അല്ലെ. പഞ്ചായത്ത് സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞാൽ നിയമസഭേന്റെ ഒരു സെക്രട്ടറിയാണ്. ആരാണ്? AM ബഷീർ. അഞ്ച് കേരളത്തിന്റെ ഇപ്പോഴത്തെ ചീഫ് വിപ്പ്. അല്ലെ ആരാണ്? ജയരാജ് കേട്ടോ. ചീഫ് വിപ്പ് എന്ന് പറഞ്ഞു വെച്ചാല് എന്താണ്? ഒരു LDF-ൽ നിന്നിട്ട് ഒരു ആള് ജയിക്കുക, എന്നിട്ട് അയാള് നേരെ കൂറുമാറുക അടുത്തതിലേക്ക്. അപ്പൊ ചീഫ് വിപ്പിനാണ് അതിന്റെ ചുമതല കേട്ടോ. അത് ഇതെടുക്കാൻ, നടപടി എടുക്കാനുള്ള അതാണ് ചീഫ് വിപ്പ് കേട്ടോ. ചീഫ് വിപ്പ് ആരാണ്? ജയരാജ്. ജയരാജിന്റെ മണ്ഡലം എവിടെയാ? കാഞ്ഞിരപ്പള്ളി കേട്ടോ. എവിടുന്ന? കാഞ്ഞിരപ്പള്ളിയാണ് ജയരാജിന്റെ മണ്ഡലം. ഇത് കേരള കോൺഗ്രസ് എമ്മിന്റെ ആളാണ് ജയരാജ് കേട്ടോ. കേരള കോൺഗ്രസ് എമ്മിന്റെ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ പാർട്ടി ഒന്നും പഠിക്കണ്ട, ഞാൻ പറഞ്ഞ ഈ പ്രധാന പദവികൾ ഒന്ന് പഠിക്കുക. ഓക്കെ. സ്പീക്കർ ആരാണ്? AM ഷംസീർ. എത്രാമത്തെ ആളാ? 23ാമത്തെ ആള്. എവിടെ നിന്നുള്ള ആളാ? തലശ്ശേരി. കണ്ണൂര് തലശ്ശേരി ട്ടോ. ഓക്കെ. അത് ഡെപ്യൂട്ടി സ്പീക്കർ ആരാ? ചിറ്റയം ഗോപകുമാർ. എവിടെ നിന്നുള്ള ആളാ? അടൂർ മണ്ഡലത്തിൽ നിന്ന് MLA ആയിട്ട് തെരഞ്ഞെടുത്ത ആളാണ് ചിറ്റയം ഗോപകുമാർ. അടുത്ത പ്രോട്ടം സ്പീക്കർ ആരാണ്? PTA റഹീം. എവിടെ നിന്നുള്ള ആളാ? കുന്നമംഗലം. ഓക്കെ. അടുത്ത PAC, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ ആരാണ്? സണ്ണി ജോസഫ്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ ആരാണ്? സണ്ണി ജോസഫ്. എവിടെ നിന്നുള്ള ആളാ?
പേരാവൂർ കേട്ടോ, കണ്ണൂർ ജില്ലയിലെ പേരാവൂർന്ന്. അടുത്ത് ഈ PSC എന്ന് വെച്ചാൽ എപ്പോഴും പ്രതിപക്ഷത്തുള്ള ആളായിരിക്കും കേട്ടോ, അത് കോൺഗ്രസിന്റെ ആളാണ് PSC. അടുത്ത നിയമസഭാ സെക്രട്ടറി ആരാണ്? AM ബഷീർ കേട്ടോ, നിയമസഭാ സെക്രട്ടറി AM ബഷീർ. അടുത്ത ചീഫ് വിപ്പ് ആരാണ്? ചീഫ് വിപ്പ് ജയരാജ്. ചീഫ് വിപ്പ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഒരു UDF ഒരാൾ നിന്ന് ജയിക്കുക, അയാൾ നേരെ ഈ പാർട്ടിനോട് പറയാതെ കൂറുമാറുക. അപ്പൊ അതിനുള്ള നടപടി എടുക്കാൻ പറ്റുന്ന ആളാണ് ആര്? ചീഫ് വിപ്പ് കേട്ടോ. ആദ്യമായിട്ട് ഇന്ത്യയില് കൂറുമാറിയത് ആരാണ്? ലാൽ ദുഹോമൻ കേട്ടോ, അതൊക്കെ നിങ്ങൾ പഠിക്കട്ടോ. ലാൽ ദുഹോമ മിസോറാം എന്നുള്ള ആളാ. കേരളത്തിൽ ആദ്യമായിട്ട് കൂറുമാറിയത് ബാലകൃഷ്ണ പിള്ള കേട്ടോ. ജസ്റ്റ് അഡീഷണൽ പറഞ്ഞെന്നുള്ളൂ കേട്ടോ. 1985 52-ാം വകുപ്പാണ് കൂറുമാറ്റ നിരോധന നിയമം കേട്ടോ. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങള് ഓക്കെ അല്ലേ? കിട്ടൂല? ഇപ്പത്തെ സ്പീക്കർ ആരാണ് സാറേ? ചീഫ് ഇപ്പത്തെ സ്പീക്കർ ആരാണ്? കിട്ടണില്ല? അടുത്ത ആള് പറയാ. ചീഫ് റഹീമാണോ ഇപ്പത്തെ സ്പീക്കർ? റഹീമല്ല, സ്പീക്കർ ആരാ സ്പീക്കർ? AM ഷംസീർ. എത്രാമത്തെ ആളാന്ന് പറഞ്ഞേ? 23. ഏതാ മണ്ഡലം? അടൂരാണോ? തലശ്ശേരി അല്ലെ. ഡെപ്യൂട്ടി സ്പീക്കർ ആരാ പറഞ്ഞേ? ആരാണ്? ചിറ്റയം ഗോപകുമാർ. എവിടുന്ന മണ്ഡലം? അടൂർ കേട്ടോ, പത്തനംതിട്ട അടൂർ കേട്ടോ. ഓക്കെ, അഞ്ചാല് പ്രോട്ടോ സ്പീക്കർ ആരാ പറഞ്ഞേ? ആരാണ് പ്രോട്ടോ സ്പീക്കർ? കോഴിക്കോട് ജില്ലയിൽ നിന്ന് കുന്നമംഗലത്തിൽ നിന്നുള്ള ഒരാൾ. ആരാണ്? അതന്നെ, PTA റഹീം കേട്ടോ. ഓക്കെ, അടുത്തത് ചീഫ് വിപ്പ് ആരാണ്? ചീഫ് വിപ്പ് ആരാ? ചീഫ് വിപ്പ് ജയരാജ് അല്ലേ. ഓക്കെ, സ്പീക്കർ ആരാ? അതെ, ആരാ? AM ഷംസീർ. എത്രാമത്തെ ആളാ? 23. ഓക്കെ, അടുത്ത് ഡെപ്യൂട്ടി സ്പീക്കർ ആരാ? അതന്നെ, ചിറ്റയം. പിന്നെ എങ്ങനെ ഗോപി എന്നൊക്കെ പറഞ്ഞു, ഗോപകുമാർ ഇട്ടാ. ചിറ്റയം ഗോപകുമാർ ഇട്ടാ. ചിറ്റയം. ഇപ്പോഴത്തെ ചീഫ് വിപ്പ് ആരാ? ചീഫ് വിപ്പ് എന്നോട് തന്നെ ജയരാജ്. ഓക്കെ, അടുത്ത PAC പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ ആരാ? പ്രതിപക്ഷത്തില് ബോർഡ് നോക്കരുത്. PAC കണ്ണൂർ ജില്ലക്കാരനാണ്, കോൺഗ്രസിന്റെ ആളാണ്. ആരാണ്? പൊതുമുതല് അടിച്ചു മാറ്റേണ്ട നോക്കാൻ വേണ്ടി. അതന്നെ, സണ്ണി ജോസഫ് കേട്ടോ. ഓക്കെ, ഇതൊന്ന് എഴുതാനുള്ളവർക്ക് എഴുതിയാ. ഓക്കെ, ഒരു 6 നിയമനങ്ങൾ കേട്ടോ. നോക്കല്ലേ, നിയമനങ്ങള്. കേരള ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ, ഡിസാസ്റ്റർ മാനേജ്മെന്റ്. മലപ്പുറം ജില്ലേന്റെ ജില്ലാ കളക്ടറാണ് അത്. കേരള ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ ആരാണ്? കേരള ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാനെ ആരാണ്? ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ ആവുമ്പോ ആരാണ്? പിണറായി വിജയൻ. CM ഇട്ടാ, മുഖ്യമന്ത്രി, ചീഫ് മിനിസ്റ്റർ ആണ് എല്ലാ സംസ്ഥാനത്തിന്റെ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ. ഒരു ജില്ലേന്റെ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ ആരാ? ജില്ലാ കളക്ടർ കേട്ടോ. ഓക്കെ, ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ ആണ് ആര്? ചീഫ് മിനിസ്റ്റർ. വൈസ് ചെയർമാൻ ആരാ? റവന്യൂ മന്ത്രി. ആരാണ് റവന്യൂ മന്ത്രി? K. രാജൻ ട്ടോ. റവന്യൂ മന്ത്രി ആരാ? രാജൻ ട്ടോ. അപ്പൊ നമ്മൾ പഠിച്ച ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ. ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ ആരാണ്? CM അല്ലേ? CM ആരപ്പോ? പിണറായി വിജയൻ. വൈസ് ചെയർമാൻ ആരാ? വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രി. ഇത് ഇവർക്ക് മനസ്സിലാവണ്ട എങ്ങനെ കോമയൊക്കെ ഇട്ടത്? കിട്ടുണ്ടാവില്ല, പറഞ്ഞു കൊടുത്തില്ലേ? അതാ എഴുതാതെ വെക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇട്ടാട്ടാ. ഷോർട്ട് എന്താ ഇത്? ചെയർമാൻ ആട്ടോ അതിങ്ങനെ ഇട്ടത്. ഓക്കെ,
അപ്പൊ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ ആരാണ്? ചീഫ് മിനിസ്റ്റർ. വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രി കെ രാജൻ. ഓക്കെ അല്ലേ? അടുത്തത് പ്ലാനിംഗ് ബോർഡ് ചെയർമാൻ. പ്ലാനിംഗ് ബോർഡ് ചെയർമാൻ ആരാ? പ്ലാനിംഗ് ബോർഡ് ചെയർമാൻ ചീഫ് മിനിസ്റ്റർ തന്നെ കേട്ടോ. ഓക്കെ. വൈസ് ചെയർമാൻ ആരാ പ്ലാനിംഗ് ബോർഡിന്റെ? വി കെ രാമചന്ദ്രൻ. ആരാണ്? വി കെ രാമചന്ദ്രൻ ആണ് പ്ലാനിംഗ് ബോർഡിന്റെ വൈസ് ചെയർമാൻ. ആരാണ്? വി കെ രാമചന്ദ്രൻ. പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ വി കെ രാമചന്ദ്രൻ. കിട്ടിയോ? പറഞ്ഞിടത്തല്ലേ? അടുത്ത നമുക്ക് പഠിക്കാനുള്ള കിഫ്ബി. കിഫ്ബി ഇല്ലേ, മസാല ബോണ്ട്, കേരള ഇൻഫ്രാസ്ട്രക്ചർ, അത് കിഫ്ബി. കിഫ്ബി ചെയർമാൻ ആരാണ്? കിഫ്ബിന്റെ ചെയർമാൻ CM കേട്ടാ. കിഫ്ബിന്റെ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രി. കിഫ്ബി പറഞ്ഞാൽ കേരള ഇൻഫ്രാസ്ട്രക്ചർ, കേരളത്തിന്റെ അടിസ്ഥാന ഭൗതിക സാഹചര്യങ്ങൾ ഉണ്ടാക്കാനുള്ള പറഞ്ഞത്. നമ്മളെ കേരളത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഇട്ടാ ഫണ്ടാണ്. നമ്മൾ മസാല ബോണ്ട് എന്നൊക്കെ പറഞ്ഞ പ്രശ്നമായി ഇതാ. അതന്നെ. ഓക്കെ. അങ്ങനത്തെ കേരളത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കല്ലോ. ബേസിക് ആയിട്ടുള്ള സാധനം കേട്ടോ. അവനെന്താ വിളിക്കുന്നു? കേരള ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടാണ്. ബി എന്തോ ബേസിക് എന്തോ ഇൻവെസ്റ്റ്മെന്റ്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ബേസിക് ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ കേരളത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള സാധനങ്ങളുണ്ടോ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഫണ്ടാണ് കിഫ്ബി. കിഫ്ബിന്റെ ചെയർമാനാണ് CM. വൈസ് ചെയർമാൻ ആരാ? ധനകാര്യമന്ത്രി. ഇപ്പോഴത്തെ ധനകാര്യമന്ത്രി ആരാ? ആരാണ്? കെ രാജന. ഇത് ധനകാര്യമന്ത്രി. ധനകാര്യമന്ത്രി കേരളത്തിന്റെ ധനകാര്യമന്ത്രി ആരാ? നമ്മള് രാവിലെ രണ്ടാമത് പഠിച്ച സാധനം അതന്നെ, KN ബാലഗോപാൽ. ധനകാര്യമന്ത്രി ആരാ? KN ബാലഗോപാൽ. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ട്ടാ. അപ്പൊ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ ആരാ? ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ CM. വൈസ് ചെയർമാൻ ആരാ? ആരാണ്? കെ രാജൻ, റവന്യൂ മന്ത്രി ട്ടാ. ഓക്കെ. അടുത്ത് പ്ലാനിംഗ് ബോർഡ് ചെയർമാൻ ആരാ? പ്ലാനിംഗ് ബോർഡ് ചെയർമാൻ പ്ലാനിംഗ് ബോർഡ് ചെയർമാൻ CM. പ്ലാനിംഗ് ബോർഡിന്റെ വൈസ് ചെയർമാൻ ആരാ? വൈസ് ചെയർമാൻ ആരാണ്? വി കെ രാമചന്ദ്രൻ. അങ്ങനെ കിഫ്ബി ചെയർമാൻ ആരാ? ഇപ്പോഴത്തെ കിഫ്ബി ചെയർമാൻ CM. കിഫ്ബിന്റെ വൈസ് ചെയർമാൻ ആരാ? ധനകാര്യമന്ത്രി. ഇപ്പോഴത്തെ ധനകാര്യമന്ത്രി ആരാ? KN ബാലഗോപാൽ ട്ടാ. ആ നോട്ട് ചെയ്തട്ടാ. ഓക്കെ, നോട്ട് ഫുൾ ആയിട്ട് ചെയ്തട്ടാ. ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ ആരാ? ചീഫ് മിനിസ്റ്റർ അല്ലേ? വൈസ് ചെയർമാൻ ആരാ? ദുരന്ത നിവാരണ അതോറിറ്റിന്റെ വൈസ് ചെയർമാൻ ആരാണ്? ഇരുന്ന് പറഞ്ഞേ. കെ രാജൻ, റവന്യൂ മന്ത്രി ആയിരിക്കും കേട്ടോ. ഓക്കെ. പ്ലാനിംഗ് ബോർഡ് ചെയർമാൻ ആരാ? പ്ലാനിംഗ് ബോർഡ് ചെയർമാൻ CM അല്ലേ? പ്ലാനിംഗ് ബോർഡിന്റെ വൈസ് ചെയർമാൻ ആരാ പറഞ്ഞേ? ശ്രദ്ധിക്കല്ലേ അല്ലേ? ചോറുന്ന ഭാഗം മറന്നുപോയോ? ഫുഡൊക്കെ കഴിച്ചപ്പോ. പ്ലാനിംഗ് ബോർഡിന്റെ വൈസ് ചെയർമാൻ ആരാ? വി കെ രാമചന്ദ്രൻ അല്ലേ? ഓക്കെ. കിഫ്ബി ചെയർമാൻ ആരാ പറഞ്ഞ? കിഫ്ബി ചെയർമാൻ. ബോർഡ് നോക്കണ്ട, ബോർഡ് ശ്രദ്ധിക്കല്ലേ? കിഫ്ബിന്റെ ചെയർമാൻ ആരാ? ആരാണ് കിഫ്ബിന്റെ ചെയർമാൻ? ചീഫ് മിനിസ്റ്റർ അല്ലേ? വൈസ് ചെയർമാൻ ആരാ? KN ബാലഗോപാൽ ട്ടാ. ഇതെല്ലാരും എഴുതിയിട്ടാണ് എഴുതില്ല. ഓക്കെ. കുറച്ച് നിയമനങ്ങൾ ട്ടാ. നിയമനങ്ങള് കേരളത്തിന്റെ ഇപ്പോഴത്തെ ഗവർണർ ആരാ? കേരളത്തിന്റെ ഇപ്പോഴത്തെ ഗവർണർ
ആരാണ്? രാജീവ് വിശ്വനാഥ് അർലേക്കർ. ആരാണ്? ആദ്യത്തിന് മുന്നത്തെ ഗവർണർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നേ ആരിഫ് മുഹമ്മദ് ഖാൻ അല്ല, ഭയങ്കര വിവാദ നായകനെ ഇല്ല. ഗവർണർ പ്രതിപക്ഷ നേതാവ് എന്താന്ന് VS കാണിച്ചു കൊടുത്താല് ഗവർണർ എന്താന്ന് കാണിച്ചു കൊടുത്ത ആളാണ് ആര്? ആരിഫ് മുഹമ്മദ് ഖാൻ അല്ലെ. മറ്റേ SFI-നായിട്ടൊക്കെ ഭയങ്കര അടിയും യൂണിവേഴ്സിറ്റിയിലൊക്കെ ഭയങ്കര കച്ചറല്ലേ തന്നെയാ. ഓക്കെ, ഗവർണർ ആരാണ്? രാജീവ് വിശ്വനാഥ് അർലേക്കർ. രാജീവ് വിശ്വനാഥ് അർലേക്കർ ട്ടോ. കേരള ഗവർണർ രാജീവ് വിശ്വനാഥ്. ഗുജറാത്ത് അവിടെ നിന്നോ ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാറിലാട്ടോ അയാള്. ബീഹാറിലേക്ക് ഗവർണർ പറഞ്ഞത് ആരാണ് ഇപ്പോ ഗവർണറെ? രാജീവ് വിശ്വനാഥ് അർലേക്കർ ട്ടോ. അതിന്റെ ചീഫ് സെക്രട്ടറി ആരാണ്? ചീഫ് സെക്രട്ടറി, കേരള ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക്. ആരാണ്? ഡോക്ടർ എ ജയതിലക്. ഇതിന് മുന്നേ അറിയുന്നേ ശാരദാ മുരളീധരൻ. ഞാൻ പറഞ്ഞല്ലേ, അതിന് മുന്നേ അറിയുന്നേ വേണു അല്ലെ. ഓക്കെ, 51ാമത്തെ ആളാണ് ആര്? ജയതിലക് ട്ടോ. ജയതിലക് 51ാമത്തെ ആളാണ് ഡോക്ടർ എ ജയതിലക് ട്ടോ. 51ാമത്തെ ആൾ ട്ടോ. ഗവർണർ ആരാ? രാജീവ് വിശ്വനാഥ് അർലേക്കർ. ചീഫ് സെക്രട്ടറി ആരാ പറഞ്ഞേ? ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് അല്ലെ. എ ജയതിലക് എന്ന് പഠിക്കട്ടോ. ഇലക്ഷൻ കമ്മീഷണർ ആരാ പറഞ്ഞപ്പോത്തെ? ഇലക്ഷൻ കമ്മീഷണർ പ്രണബ് ജ്യോതിനാഥ്. സംസ്ഥാന സർക്കാരിന്റെ ഇലക്ഷൻ കമ്മീഷണറാണ് ആര്? പ്രണബ് ജ്യോതിനാഥ് അല്ലെ. ഇലക്ട്രൽ ഓഫീസർ ആരാ? ഇലക്ട്രൽ ഓഫീസർ ഇപ്പൊ നിലമ്പൂരൊക്കെ വന്നു നോക്കിയ ആളാണ് ഇലക്ട്രൽ ഓഫീസർ. സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ഇറക്കുമതിയാണ് ഇലക്ട്രൽ ഓഫീസർ. സെൻട്രൽ ഗവൺമെന്റ് ആണ് ഇലക്ട്രൽ ഓഫീസർ വെക്കുന്നത്. ഓക്കെ, ഇലക്ട്രൽ ഓഫീസർ ആരാ? രത്തൻ യു കേൽക്കർ. ആരാണ്? രത്തൻ യു കേൽക്കർ ആണ് ആര്? ഇലക്ട്രൽ ഓഫീസർ. ഇലക്ഷൻ കമ്മീഷണർ ആരാ? പ്രണബ് ജ്യോതിനാഥ്. ഇത് രണ്ടും മാറിയതാണ് ട്ടോ. ആദ്യം ഇലക്ഷൻ കമ്മീഷണർ എ ഷാജഹാൻ ആയിരുന്നു, പിന്നെ ഇലക്ട്രൽ ഓഫീസർ സഞ്ജയ് കൗൾ ആയിരുന്നു. ഇത് രണ്ടും ലേറ്റസ്റ്റ് മാറിയതാണ്. അപ്പൊ ഇപ്പൊ ഇലക്ഷൻ കമ്മീഷണർ ആരാ? പ്രണബ് ജ്യോതിനാഥ്. ആരാണ്? പ്രണബ് ജ്യോതിനാഥ്. ഇലക്ട്രൽ ഓഫീസർ ആരാണ്? രത്തൻ യു കേൽക്കർ. രത്തൻ യു കേൽക്കർ എന്ന് പറഞ്ഞാല് സെൻട്രൽ ഗവൺമെന്റിന്റെ പോസ്റ്റ് ആണ് കേട്ടോ. ഇലക്ഷൻ കമ്മീഷണർ സംസ്ഥാന സർക്കാരിന്റെ പോസ്റ്റുമാണ് കേട്ടോ. ഓക്കെ, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരെപ്പോഴത്തെ? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ഇതൊക്കെ ചോദിക്കണത് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം എത്രയോ 100-ലേറെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കേട്ടോ. അപ്പൊ സഞ്ജീവ് തന്നെയാണ്. ആദ്യം അരുൺകുമാർ മിശ്ര നിരന്തരം ചോദിച്ചിരുന്ന സാധനം കേട്ടോ. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജംദാർ. ആരാണ്? നിതിൻ ജംദാർ ആണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ഓക്കെ അല്ലേ? നിതിൻ ജംദാർ. കിട്ടില്ലേ? പറഞ്ഞു കൊടുക്കില്ലേ? നിതിൻ ജംദാർ ആണ് 11ാം ശമ്പള കമ്മീഷൻ ചെയർമാൻ. സംസ്ഥാന സർക്കാർ കാണുന്നില്ല. ശമ്പള കമ്മീഷൻ ചെയർമാൻ ട്ടോ. KS മോഹൻദാസ് ട്ടാ. ഓക്കെ, ഇത് ചിത്രം വരയ്ക്കണ മാതിരി പെന്നാട്ടോ. 11ാം സംസ്ഥാന ശമ്പള കമ്മീഷൻ ചെയർമാൻ. സംസ്ഥാന സർക്കാരിന് ഫണ്ടൊക്കെ കൊടുക്കണ 11ാം സംസ്ഥാന ശമ്പള കമ്മീഷൻ ചെയർമാൻ. ഇനി ഇത് മതി, ഇതന്നെ ഇതാണ്. ആരാണ്? KS മോഹൻദാസ്. നമ്മളെ സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടിന്റെ ഒക്കെ കാര്യം തീരുമാനിക്കണം കേട്ടോ. ശമ്പള കമ്മീഷൻ ചെയർമാൻ ആരാ? KS മോഹൻദാസ്. 6ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാ? 6 7ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ട്ടോ. 7ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? KN ഹരിലാൽ. ആരാണ്? KN ഹരിലാൽ ആണ് 7ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ. ഓക്കെ അല്ലേ? 7ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? KN ഹരിലാൽ. KN
ഹരിലാല്. KN ഹരിലാല്. ഏഴാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ KN ഹരിലാൽ. കിട്ടൂല? ഏഴാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാ? KN ഹരിലാല്. അതിന് 11ാം ശമ്പള കമ്മീഷൻ ചെയർമാൻ ആരാ? ആരാണ്? 11ാം ശമ്പള കമ്മീഷൻ ചെയർമാൻ KS മോഹൻദാസ് അല്ലെ? ഓക്കെ. അടുത്ത വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ. വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ബി ഹരി നായർ ട്ടാ. ആരാണ്? ബി ഹരി നായർ. കേന്ദ്രത്തിലാകുമ്പോ ഹീരാലാൽ സമരിയാണ് അവിടെ വിവരാവകാശ കമ്മീഷൻ. സ്റ്റേറ്റില് ബി ഹരി നായർ. ബി ഹരി നായരാണ് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ. അടുത്ത് കേരള ലോകായുക്ത. ലോകായുക്ത ആരാണ്? ലോകായുക്ത. കേന്ദ്രത്തിൽ ലോക്പാലാണ്, ഇവിടെ ലോകായുക്താണ്. ലോകായുക്ത ആരാ? ലോകായുക്ത. ലോകായുക്ത എന്ന പോസ്റ്റാണ് അഴിമതിന്റെ ഒക്കെയാണ്. കേന്ദ്രത്തിൽ ലോക്പാല്. ലോക്പാലാണ് കേന്ദ്രത്തിൽ അഴിമതി അന്വേഷിക്കുക. കേരളത്തിൽ ലോക്പാല്. പിന്നെ ഓംബുഡ്സ്മാൻ ഉണ്ട്, ഓരോ പരാതികളും ഇതൊക്കെ. ലോകായുക്തി ലോക്പാൽ ട്ടാ. കേന്ദ്രത്തിൽ ലോക്പാലാണ്, ഇവിടെ ലോകായുക്താണ് ട്ടാ. കേരളത്തിലെ ലോകായുക്ത N അനിൽകുമാർ. ലോകായുക്ത ആരാണ്? N അനിൽകുമാർ. എന്നുവെച്ചാല് വിവരാവകാശ കമ്മീഷൻ ആരാണ്? വിവരാവകാശ കമ്മീഷൻ. വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ പോലത്തെ ഹരി നായർ അല്ലെ? എന്നുവെച്ചാൽ ലോകായുക്ത ആരാ പോലത്തെ? N അനിൽകുമാർ. ലോകായുക്ത ആരാണ്? N അനിൽകുമാർ. മെയിൻ പോസ്റ്റുകളാണ് കേട്ടോ. ഇത് നിരന്തര ക്വസ്റ്റ്യൻ വരും കേട്ടോ. ഗവർണർ, ചീഫ് സെക്രട്ടറി ഒക്കെ ചോദിക്കും, ഇലക്ഷൻ കമ്മീഷൻ ചോദിക്കും, ലോകായുക്ത, വിവരാവകാശം ഇതൊക്കെ ചോദിക്കണം കേട്ടോ. ചോദിക്കണ പോസ്റ്റുകളാണ് കേട്ടോ. അങ്ങനെയൊക്കെ തന്നെ പഠിക്കലേ. ഞാനൊക്കെ അങ്ങനെ തന്നെ പഠിച്ചേ. എൻ്റെ പരിചയത്തിലുള്ള ആൾക്കാരുടെ പേരൊക്കെ കോഡാക്കിയിട്ടാ പഠിക്കല്. അതവിടെ അവിടെ ഓക്കെ അല്ലേ? ഇത് ഇനി പറയണോ? ഇത് പറയണോ? ഒന്നും പാടെ ഓടിച്ചേ. ഓക്കെ. ഗവർണർ ഏതെപ്പോഴത്തെ ഗവർണറെ? ഗവർണർ രാജീവ് വിശ്വനാഥ് അർലേക്കർ. ഓക്കെ. ചീഫ് സെക്രട്ടറി ഏതെപ്പോഴത്തെ? ചീഫ് സെക്രട്ടറി ഡോക്ടർ A ജയതിലക്. ആരാണ്? ഡോക്ടർ A ജയതിലക് കേട്ടോ. ഇലക്ഷൻ കമ്മീഷണർ ആരെപ്പോഴത്തെ? ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? ആരാണ്? പ്രണബ് ജ്യോതിനാഥ്. 5 ഇലക്ട്രൽ ഓഫീസർ ആരെപ്പോഴത്തെ? രത്തൻ യു ഗേൽക്കർ. ഇലക്ട്രൽ ഓഫീസർ രത്തൻ യു ഗേൽക്കർ. 5 ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരെപ്പോഴത്തെ? നിതിൻ ജംദാർ ആണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. സുപ്രീം കോടതി ആരാണ്? സഞ്ജീവ് ഖന്ന കേട്ടോ. സഞ്ജീവ് ഖന്ന പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ. 11ാം സംസ്ഥാന ശമ്പള കമ്മീഷൻ ചെയർമാൻ ആരാണ്? KS മോഹൻദാസ് ആണ് 11ാം ശമ്പള കമ്മീഷൻ ചെയർമാൻ. KS മോഹൻദാസ് അല്ലേ? ഓക്കെ. അങ്ങനെ ഉണ്ട്. 7ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ KN ഹരിലാല്. വിവരാവകാശ കമ്മീഷൻ ചെയർമാന് ആരാ? ബി ഹരി നായർ. ഇമ്പോർട്ടന്റ് ആട്ടോ. കേന്ദ്രത്തില് ഹീരാലാൽ സമരിയ. അഞ്ച് ലോകായുക്ത ആരെപ്പോഴത്തെ? N അനിൽകുമാർ. ആരാണ്? N അനിൽകുമാർ ലോകായുക്ത. ഇനി നിങ്ങളിത് നോട്ട് ചെയ്തിക്കൊള്ളട്ടോ. ഓക്കെ. ഇനി കുറച്ച് കമ്മീഷൻ ചെയർമാൻമാർ കേട്ടോ. കേരളത്തിലെ പ്രധാന കമ്മീഷൻ ചെയർമാൻമാര്. ഓക്കെ. ഫസ്റ്റ് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? കേരളത്തിലെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, എന്നിട്ട് നോട്ട് ചെയ്തട്ടാ. ആദ്യം ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഒരു 2 പ്രാവശ്യം പറഞ്ഞുതരാം. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എഴുതട്ടാ. അല്ല, തെറ്റ് തിരുത്തിയിട്ട് എഴുതാം. മറ്റേ ഞാനെന്ത് ബോർഡും എഴുതിയിട്ടുണ്ടാവും. ഞാൻ ആദ്യം പറഞ്ഞുതരാം. ആദ്യം മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അലക്സാണ്ടർ തോമസ് ആണ് കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. ഓക്കെ. ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ. ആരാണ്? KV മനോജ് കുമാർ. ഇനീഷ്യലൊക്കെ കറക്റ്റ് ആക്കണം കേട്ടോ. KV മനോജ് കുമാർ ആണ് ഏത്? ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ. അടുത്ത് ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാ? എന്താ ഇനീഷ്യല്? AA റഷീദ് ട്ടോ. ഇനീഷ്യല് കറക്റ്റ് ആക്കണം കേട്ടോ. AA റഷീദ് ട്ടോ.
ഓക്കെ. പിന്നോക്ക കമ്മീഷൻ ചെയർമാൻ, ഇപ്പോഴത്തെ പിന്നോക്ക കമ്മീഷൻ ചെയർമാൻ ആരാണ്? ജി ശശിധരൻ. ആരാണ്? ജി ശശിധരൻ. പിന്നോക്ക കമ്മീഷൻ ചെയർമാൻ ജി ശശിധരൻ. അടുത്തത് മുന്നോക്കക്കാരിലെ പിന്നോക്ക കമ്മീഷൻ ചെയർമാൻ ആരാണ്? സി എൻ രാമചന്ദ്രൻ നായർ. EWS ഒക്കെ അല്ലേ, നമ്പൂരി നായർ. ആ ഒരു മുന്നോക്കക്കാരിലെ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാനാണ് ആര്? സി എൻ രാമചന്ദ്രൻ നായർ. ഓക്കെ അല്ല, കിട്ടില്ല. അടുത്ത SC/ST കമ്മീഷൻ ചെയർമാൻ ആരാണ്? KK ഷാജു. ട്ടോ, കറണ്ട് അഫയേഴ്സ് ഇപ്പൊ ലേറ്റസ്റ്റ് മാറിയതാണ്. SC/ST കമ്മീഷൻ ചെയർമാൻ ആദ്യം മാവോജി ആയിരുന്നു, ഇപ്പൊ KK ഷാജു. SC/ST കമ്മീഷൻ ചെയർമാൻ KK ഷാജു. മനസ്സിലാവണ്ടോ? ഓക്കെ അല്ലേ? അടുത്ത വനിതാ കമ്മീഷൻ ചെയർമാൻ, ഇപ്പോഴത്തെ വനിതാ കമ്മീഷൻ ചെയർമാൻ ആരാണ്? പി സതീദേവിയാണ് വനിതാ കമ്മീഷൻ ചെയർമാൻ. ആദ്യം മേഴ്സിക്കുട്ടി അമ്മയായിരുന്നു അല്ലെ, മേഴ്സിക്കുട്ടി അമ്മ മരിച്ചു അല്ലെ. അതിനുശേഷം ഭൗതിക ശരീരം ഏതോ ഒരു ഹോസ്പിറ്റലിന് സംഭാവന ചെയ്ത ആളാണ് മേഴ്സിക്കുട്ടി അമ്മ കേട്ടോ. ഓക്കെ. വനിതാ കമ്മീഷൻ ചെയർമാൻ പി സതീദേവിയാണ്. വനിതാ വികസന കോർപ്പറേഷൻ ചെയർമാൻ, വനിതാ വികസന കോർപ്പറേഷൻ ചെയർമാൻ ആരാണ്? KC റോസക്കുട്ടി ടീച്ചറാണ്. KC റോസക്കുട്ടി ട്ടോ. അത് ആദ്യം കോൺഗ്രസ് നിന്ന് CPM-ലേക്ക് മാറിയ ആളാണ് KC റോസക്കുട്ടി ടീച്ചർ. യുവജന കമ്മീഷൻ ചെയർമാൻ ആരാണ്? യുവജന കമ്മീഷൻ ചെയർമാൻ M ഷാജിർ. ആരാണ്? യുവജന കമ്മീഷൻ ചെയർമാൻ M ഷാജിർ, കണ്ണൂക്കാരനാണ്. ആദ്യം ചിന്താ ജെറോമിന് അറിയെങ്കിൽ ചിന്താ ജെറോം ആയിരുന്നു യുവജന കമ്മീഷൻ ചെയർമാൻ അല്ലെ. ജിമിക്കും കമ്മലും അല്ലെ, അങ്ങനെ ഒരു വിവാദമൊക്കെ അല്ലേ. യുവജന കമ്മീഷൻ ചെയർമാൻ ചിന്താ ജെറോം. യുവജന ക്ഷേമ ബോർഡ് ചെയർമാൻ ആരാ? ആ ഒരു മന്ത്രിയാണ് യുവജന ക്ഷേമം കൈകാര്യം ചെയ്യുന്ന സജി ചെറിയാൻ ട്ടോ. വൈസ് ചെയർമാൻ ഉണ്ടായിരുന്നു S സതീഷ്. പക്ഷെ ഇപ്പൊ S സതീഷ് എറണാകുളം ജില്ലാ സെക്രട്ടറി CPM-ന്റെ ആ പോസ്റ്റ് ഒഴിവാണ് ട്ടോ. S സതീഷ് ആയിരുന്നു ക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ. അപ്പൊ ആ പോസ്റ്റ് വേക്കന്റ് ആണ്. യുവജന കമ്മീഷൻ ചെയർമാന് M ഷാജിർ ആണ്. യുവജന ക്ഷേമ ബോർഡ് ചെയർമാൻ സജി ചെറിയാൻ. ഓക്കെ അല്ലേ? ഒന്നുകൂടെ പറഞ്ഞാ ഒറ്റ വട്ടം പാടാ. ഇത് ഇമ്പോർട്ടന്റ് ആണ്, മനുഷ്യാവകാശമൊക്കെ ചോദിക്കുന്നതാണ്. മനുഷ്യാവകാശം, വിവരാവകാശം ഇതൊക്കെ ചോദിക്കണം കേട്ടോ. കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അലക്സാണ്ടർ തോമസ് അല്ലെ. അലക്സാണ്ടർ തോമസ് ആണ് കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. അങ്ങനെ ആയിരിക്കും അല്ലെ. ഓക്കെ. അടുത്ത ബാലാവകാശ കമ്മീഷൻ ചെയർമാന് KV മനോജ് കുമാർ. ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാന് A റഷീദ് അല്ലെ. എന്നുവെച്ചാൽ പിന്നോക്ക കമ്മീഷൻ ചെയർമാന് ആരാണ്? ജി ശശിധരൻ. മുന്നോക്കക്കാരിലെ പിന്നോക്ക കമ്മീഷൻ ചെയർമാന് CN രാമചന്ദ്രൻ നായർ. SC/ST കമ്മീഷൻ ചെയർമാന് KK ഷാജു. വനിതാ കമ്മീഷൻ ചെയർമാന് പി സതീദേവി. വനിതാ വികസന കോർപ്പറേഷൻ ചെയർമാന് ആരാണ്? KC റോസക്കുട്ടി. ആ സ്പീഡാക്കി പറഞ്ഞ കേട്ടോ, നിങ്ങൾ അറിയണതിനെ കൊണ്ടാണ്. പിന്നെ ആരല്ലേ? അടുത്തത് യുവജന കമ്മീഷൻ ചെയർമാന് M ഷാജിർ ആണ് യുവജന കമ്മീഷന്റെ ചെയർമാൻ അല്ലെ. യുവജന ക്ഷേമ ബോർഡ് ചെയർമാൻ സജി ചെറിയാൻ അല്ലെ. ഓക്കെ. സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ എന്ന് പറയും കേട്ടോ. മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ. സംഗീത നാടക അക്കാദമിന്റെ ആസ്ഥാനം എവിടെയാണ്? തൃശ്ശൂരാണ് കേട്ടോ. എവിടെയാണ് ആസ്ഥാനം? തൃശ്ശൂർ. ആരാണ് അതിന്റെ ചെയർമാന്? മട്ടന്നൂർ ശങ്കരൻകുട്ടി ട്ടോ. ഓക്കെ. പിന്നെ മാസിക കേളിയാണ്, സംഗീത നാടക അക്കാദമിന്റെ മാസിക കേളിയാണ്. അടുത്ത കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ. ലളിതകലാ അക്കാദമി ചെയർമാൻ ആരാ? ലളിതകലാ അക്കാദമി ചെയർമാൻ ആരാണ്? ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത്. ആരാണ്? മുരളി ചീരോത്ത്. ആസ്ഥാനം തൃശ്ശൂരാണ് കേട്ടോ. കിട്ടണ്ട? ഓക്കെ ഓക്കെ. അത് ലളിതകല എന്നൊക്കെ വെച്ചാല് നമ്മളെ ചിത്രല്ലേ, ശില്പം, ചുവർ ചിത്രം, ഗ്രാഫിക്സ്, അതിൻ്റെയൊക്കെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഇതാണ് ലളിതകല അക്കാദമി ട്ടോ. തൃശ്ശൂരാണ് ആസ്ഥാനം.
അടുത്ത നമുക്ക് പഠിക്കാം കേരള ഫോക്ലോർ അക്കാദമി. നമ്മളെ നാടൻ വാദ്യ ഉപകരണങ്ങളില്ലേ, ഫോക്ലോർ അക്കാദമി ചെയർമാൻ ആരാണ്? ഫോക്ലോർ OS ഉണ്ണികൃഷ്ണൻ. ആരാണ്? OS ഉണ്ണികൃഷ്ണൻ. ഫോക്ലോറിലോ നമ്മളെ നാടൻ ചെണ്ട മറ്റേ അതൊക്കെ ഇല്ലേ, കുഴല് വാദ്യം, ആദിവാസികൾ അതൊക്കെ വരില്ലേ, മൊത്തം സാധനങ്ങൾ കേട്ടോ. ഫോക്ലോർ അക്കാദമി ചെയർമാൻ OS ഉണ്ണികൃഷ്ണൻ. അതിന്റെ ആസ്ഥാനം മാത്രം എവിടെയാണ്? കണ്ണൂര് ചിറക്കലിലാണ്. കണ്ണൂർ എന്ന് പഠിച്ചാൽ മതി കേട്ടോ. അതിന്റെ മാസികയാണ് പൊലി. ഏതാ മാസിക? പൊലി. ഫോക്ലോർ അക്കാദമിയുടെ ചെയർമാൻ ആരാണ്? കേരള ഫോക്ലോർ അക്കാദമിയുടെ ചെയർമാൻ OS ഉണ്ണികൃഷ്ണൻ. ആസ്ഥാനം എവിടെയാണ്? കണ്ണൂർ ചിറക്കൽ. മാസിക ഏതാ? പൊലിയാണ് മാസിക കേട്ടാ, പൊലി. ഓക്കെ. കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ. കേരള സാഹിത്യ അക്കാദമിന്റെ ചെയർമാൻ ആരാണ്? കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ K സച്ചിദാനന്ദൻ. ആരാണ്? K സച്ചിദാനന്ദൻ. ആസ്ഥാനം എവിടെയാണ്? തൃശ്ശൂരാണ്. മാസിക ഉണ്ട് സാഹിത്യ ലോകം, സാഹിത്യ ചക്രവാളം കേട്ടോ. മാസിക ഏതാണ്? സാഹിത്യ ലോകം, സാഹിത്യ ചക്രവാളം. ഓക്കെ. സാഹിത്യ ലോകം, സാഹിത്യ ചക്രവാളം. ജസ്റ്റ് ഒന്നും പാടെ മൊത്തത്തിൽ പറഞ്ഞുതരാ. കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ ആരാണ്? മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ. ചെണ്ടവാദ്യക്കാരല്ലേ, അത് തൃശ്ശൂർ പൂരത്തിന് എല്ലാത്തിനും പൂരത്തിനൊക്കെ കൊട്ടാളെ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ. ആസ്ഥാനം തൃശ്ശൂരാണ്. മാസിക ഏതാണ്? കേളി. കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ ആരാ? മുരളി ചീരോത്താണ്. അതിന്റെ ആസ്ഥാനം എവിടെയാണ്? തൃശ്ശൂര്. അതിന്റെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് വെച്ചാല് ചിത്രം, മറ്റേ വാസ്തുശില്പം, ഗ്രാഫിക്സ്, അതിനൊക്കെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള. പിന്നെ എന്താ പറഞ്ഞ കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ ആരാണ്? ഫോക്ലോർ OS ഉണ്ണികൃഷ്ണൻ. ഓക്കെ. ആസ്ഥാനം എവിടെയാണ്? കണ്ണൂര് ചിറക്കല്. അതിന് മാസിക ഏതാണ്? പൊലി. പിന്നെ നമ്മൾ അവസാനം പറഞ്ഞു കേരള എന്താ പറഞ്ഞേ? സാഹിത്യ അക്കാദമി ചെയർമാൻ. സാഹിത്യ അക്കാദമി ആരാ? K സച്ചിദാനന്ദൻ. P സച്ചിദാനന്ദനുണ്ട്, K സച്ചിദാനന്ദനുണ്ട് കേട്ടോ. ഇത് K സച്ചിദാനന്ദനാണ്. ഏതൊക്കെയാ മാസികകള്? സാഹിത്യ ലോകം, സാഹിത്യ ചക്രവാളം. ആസ്ഥാനം എവിടെയാ? തൃശ്ശൂര്. ഇപ്പൊ നമ്മൾ 4 പഠിച്ചേ, 4 ഒന്ന് മാത്രമേ കണ്ണൂരുള്ളൂ. ഏതാണ്? ഒന്ന് മാത്രമേ കണ്ണൂരുള്ളൂ. ഫോക്ലോർ മാത്രം കേട്ടോ. നാടൻ കലാരൂപങ്ങളുടെ ഇതായിട്ടുള്ള ഫോക്ലോർ മാത്രമേ കണ്ണൂര്. ബാക്കി 3 എവിടെയാ? തൃശ്ശൂർ. ഓക്കെ.